ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്, ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബാബ. മറ്റ് മസാലകളൊന്നും യൂസ് ചെയ്യാതെ കബാബ് പൗഡർ വെച്ച് മാത്രമാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ, മറ്റ് സാധനങ്ങളുള്ളതെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുട്ട, തൈര്, നാരങ്ങ നീര്, അതുപോലെ തന്നെ മൈദ ഓർ കോൺഫ്ലവർ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇറച്ചി വറക്കാൻ ആവശ്യമായ എണ്ണ. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ചിക്കൻ കബാബ് പൗഡർ. ഇത് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി അതിലേക്ക് നമ്മൾ ഈ കബാബ് പൗഡർ ഇടണം. 1/2 കിലോ ചിക്കന് 1 പാക്കറ്റ് എന്നാ കണക്ക്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാ ചിക്കനിലും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നീടാണ് നമ്മൾ മറ്റ് തൈരും മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ മസാല പുരട്ടി വെച്ച ശേഷം അതിലേക്ക് ഒരു മുട്ട, കുറച്ച് തൈര്, അതുപോലെ ഇച്ചിരി ഉപ്പ്, നാരങ്ങ നീര്. ഉപ്പ് ചേർക്കുന്ന എടുത്തില്ല കേട്ടോ, ഉപ്പ് ചേർക്കുന്നുണ്ട്. കബാബ് പൗഡറിൽ ഉപ്പുണ്ട് എങ്കിലും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൈദ അല്ലെ കോൺഫ്ലവർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് മൈദ ചേർക്കുന്നു. അതെല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നമ്മൾ നല്ലതുപോലെ അതിൽ അരപ്പ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ 2 മണിക്കൂറിന് ശേഷം അതെടുത്ത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം എണ്ണ ചൂടാക്കി ഇത് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി വെളുത്തുള്ളിയും കരിയാപ്പിലയുടെ ചതച്ച എണ്ണയിൽ മൂപ്പിച്ചൊന്നെടുത്തത് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. അതിന് ശേഷം നമ്മൾ ഓരോ ചിക്കനായിട്ടിട്ട് അതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ വറക്കുന്നതിൻ്റെ റെസിപ്പി പലതും നമുക്ക് പല ചാനലുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ കബാബ് പൗഡർ കിട്ടുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാട്ടോ ഇത്. അങ്ങനെ ചിക്കൻ ഓരോന്നായിട്ടിട്ട് മൂപ്പിച്ച് നമ്മൾ എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പറയാനുള്ളത്. എന്നെപ്പറ്റി നിങ്ങൾ പേരും ഒക്കെ അറിയാം, ഐഡിയ ഒക്കെ അറിയാം. അല്ലാതെ ഞാനെന്ന് പറയുന്നത് ഞാനൊരു DLED സ്റ്റുഡൻ്റാണ്. ഇപ്പം പഠിച്ച് തീരാറായി, ഇനി എക്സാമും കൂടെ ഉള്ളൂ. ഞാനൊരു ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു മദറാണ്. 3.5 വയസ്സുണ്ട്, മോന. അംഗനവാടി പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നല്ലോ. ഇതൊക്കെയാണ് കേട്ടോ എന്നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഹസ്ബൻഡ് ജനറേറ്ററിൻ്റെ മെക്കാനിക്കൽ സൂപ്പർവൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഹാപ്പി ഫാമിലി, കൊച്ചു കുടുംബം, ഇങ്ങനെ പോകുന്നു. അപ്പം ഇതിനിടയ്ക്ക് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചിക്കൻ ഓരോന്നായിട്ട് സെറ്റ് വറുത്ത് കോരുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം കബാബ് പൗഡറൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ്, വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.